എന്താ ഉമ്മ പറഞ്ഞേ. അസ്സലാമു അലൈക്കും. ഞങ്ങളെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ സ്വന്തമേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരത്തിന് യാസീൻ ഉണ്ടായിരുന്നു. യാസീന് കുറേ എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ച്, പക്ഷെ ആ ടൈമിന് എനിക്ക് പറ്റിയില്ല. ഇപ്പം നോക്കുമ്പോൾ കിടന്നുറങ്ങുക. അപ്പം ഞാനും മായയും കൂടെ വീഡിയോ എടുക്കാൻ വെച്ചു. ഇപ്പോൾ സമയം 4:15. രണ്ടാമത്തെ നോമ്പാണിന്ന്. അപ്പോൾ പത്തിരിക്ക് പൊടി വച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മായയുടെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് മക്രോണി പോളേട്ടോ ഉണ്ടാക്കുന്ന ചെറിയ കടി. അതിന് വേണ്ടത് സാധനങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ ഇതിലിട്ടോ, എനിക്ക് എല്ലാവരും ഇങ്ങനെ പാചകം ചെയ്യും പോലെ ഇങ്ങനെ പറയാനറിയില്ല. അപ്പോൾ എൻ്റെ രീതിയിൽ പറഞ്ഞുതരാം. മക്രോണി, ചിക്കൻ വേവിച്ചിരിക്ക്, പിന്നെ പൊടിയായി എരിഞ്ഞ സവാള, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുട്ട, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, സോയ സോസ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതിലാണ് കേട്ടോ ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ആ വെളിച്ചെണ്ണ കളയണ്ടെന്ന് വിചാരിച്ചു. അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ മാത്രം കാണിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നാളത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തന്നെ ഉപയോഗിച്ചാൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഒന്ന് ചൂടായി വരട്ടെ. ഇവിടെ ഭയങ്കര കാറ്റ്, അതുകൊണ്ട് ഗ്യാസ് ശരിക്കും കത്തണില്ല. ഭയങ്കര ഒരു വിഷയമായിരിക്കും. ഗ്യാസ് അടുപ്പും കൂടി മാറ്റിയതിന് ശേഷം ചട്ടി വന്ന് ചൂടാവില്ല. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം ഉള്ളി ഇട്ടെടുത്ത് അതിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക. നല്ലോണം വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. മായ തന്നെയല്ലേ കാണുന്നത്. മായക്ക് പനിയാട്ടോ. ഓക്കും എല്ലാവർക്കും, എനിക്കും പിന്നെ ഉപ്പച്ചിക്കൊക്കെ ഇവിടെ പനി. എല്ലാവർക്കും പനിയും തൊണ്ടവേദനയൊക്കെ ആണ്. പക്ഷെ ഒരു ഉഷാറില്ല നോമ്പായക്കുമ്പോൾ. എന്തെങ്കിലും കടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അക്കുമില്ലാത്തതുകൊണ്ട് പിന്നെ കടീൻ്റെ പ്രശ്നമില്ല. എന്തായാലും കുഴപ്പമില്ല. അക്കുവിനാണെങ്കിൽ 2-3 തരം ചെറിയ കടിയൊക്കെ വേണം. അതില്ലാത്തതുകൊണ്ട് പിന്നെ അവനില്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ സങ്കടമില്ലാത്തതുകൊണ്ട്. യാസീന് പിന്നെ ഒരു കടിയൊക്കെ മതി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ലോണം വഴണ്ടി വരട്ടെ. നമ്മുടെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 ചെറിയ പച്ചമുളക് ഇട്ടത്. പച്ചമുളക് ഒന്ന് സെറ്റാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒക്കെ കുറേശ്ശെ മതി കേട്ടോ. ഞാൻ അങ്ങനെ കണക്കും കാര്യമൊന്നും പറയുന്നില്ല. എനിക്കിങ്ങനെ ഈ പാചകം ചെയ്യുന്നുള്ളത്, പാചകം ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാറില്ല. എനിക്കങ്ങനെ അറിയില്ല. ഇച്ചിരി സോയാ സോസ് വെച്ച് കൊടുക്കാം. നമുക്കിതിൽ ചിക്കൻ ഇട്ടെടുക്കാം. ചെറുതായി പൊരിച്ച് ചെറുതാക്കി മുറിച്ചിട്ട് പൊരിച്ചതാണ് കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടു.
അത് സെറ്റായിട്ടോ. മതി നോക്കല്ല. നമുക്കൊരു ബൗളെടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എൻ്റെ ഫോണാണ് വരുന്നത്. എൻ്റെ ഫോൺ അടിക്കുന്നത് കുറച്ച് എടുക്കാം. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാല, ചെറിയ സ്പൂണ് പിന്നെ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം കുറച്ച് മക്രൂണി ഇട്ടെടുക്കുക. ഇതേ മക്രൂണി നേരത്തെ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ കണ്ടമാനം തോന്നുന്നില്ല, ഇവിടെ ആൾ കുറവാണ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് മതി. എന്നിട്ട് ഈ മസാല കൂടുതൽ ഇട്ടെടുക്കാം. നല്ലോണം മിക്സാക്കുക. ഇതിൽ മുട്ട പോരാട്ടോ, ഞാൻ മുട്ട ഒന്നും കൂടെ നല്ലോണം മിക്സ് അടിച്ചിട്ട് ഇതിൽ പാരുന്നുണ്ട്. അപ്പോൾ ആ പാൻ തന്നെ ഞാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കൂട്ടി നമുക്ക് പാർന്ന് കൊടുക്കാം. ഇത് അടിയിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, ഞാൻ വെച്ചിട്ടില്ല. ഞാനത് ശ്രദ്ധിക്കും. കരിയുന്നുണ്ടോ അടിയിൽ പിടിക്കുന്നത് നോക്കും. ഉണ്ടോ നമ്മുടെ മക്രോണി ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കണ്ടോ, നല്ല സൂപ്പറായിട്ട്. ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട്. എൻ്റെ സൗണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ലയെന്ന് അറിയൂല. ഈ കുഞ്ഞാവ് ഇതുവരെ എണീച്ചിക്കില്ല, അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ മായക്ക് പനിയായതുകൊണ്ട് കളിയും ചിരിയൊന്നുമില്ല. അല്ലെങ്കിൽ ഓള് ഭയങ്കര ചിരിയും കളിയും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. പണിയെടുക്കുന്ന ഇടയിൽ പാട്ട് വെക്കലും കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വയ്യ, ആർക്കും എനിക്കും വയ്യ കേട്ടോ. ഒപ്പച്ചിക്ക് പനി, എല്ലാവർക്കും പനിയാണ് ചെറുതായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചോക്കാം കേട്ടോ. സെറ്റായിക്കൊന്നൊക്കെ അറിയണമല്ലോ. ഇത് ചൂടുണ്ട്. എനിക്കെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി അപ്പം അതിൻ്റെ എല്ലാ റിസൾട്ടും നോക്കണം. നമുക്ക് നമ്മളെ മായക്ക് തന്നെ ഒരു പീസ് കൊടുത്തു വെക്കാം. അങ്ങനെ ഉണ്ടോ നോക്കാൻ. അതിനകത്തുനിന്ന് ടേസ്റ്റ് നോക്ക്. ഉള്ള പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അടിപൊളി. അടിപൊളിയാ? ഉപ്പൊക്കെ കറക്റ്റാ? ഉപ്പെല്ലാം കറക്റ്റാ. രസമുണ്ടോ? രസമുണ്ട്, സെറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് മക്രോണി. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഓക്കെല്ലാം ഉപ്പ് നോക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളോട് തന്നെ കൊടുത്തത്. രസമുണ്ടല്ലേ? അമ്മയാണ് രസമുണ്ട്. ഓക്ക് വയ്യാത്തോണ്ട് കേട്ടോ, ഓളാകെ ഇതാക്കി. അല്ല, ഓള് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഓള്. നല്ല രസമാണ്. ഓളുണ്ടെങ്കിൽ നല്ല ഒരു ഉണർച്ചയാണ് ഇവിടെ. ഞാൻ ഇല്ലാത്തതുകൊണ്ട് പറ്റ ബോറായിരുന്ന വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വന്നു, നിങ്ങളെല്ലാവരും ഹാപ്പിയായി. ലവ് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോ നോമ്പുറക്കാനുള്ള ടൈം ആയിക്കിന്. ഇതാ ഇവിടെ വന്നപ്പോഴത്തേനും എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഷിങ്കു മാഡം നമ്മളിവിടെ എന്താ കഴിക്കണേ നോക്കി ഇരിക്കുന്നുണ്ട്. ഇന്ന് വത്തക്ക ഉണ്ട്, ഇന്ന് വത്തക്ക ജ്യൂസാണ്. ഇതിൻ്റെ പേരറിയില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ട് ഇത് ഉണ്ടാക്കണ വീഡിയോ.
ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. കാരക്ക എന്തേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കുക. അവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. കോഴിമുട്ട പൊട്ടിച്ചിടണം, അതിന് ശേഷം മഞ്ഞപ്പൊടി ഇടണം, എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് കോമഡിയും അതൊക്കെ അല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ നോമ്പെടുത്തിട്ട് ക്ഷീണല്ല. പിന്നെ പിന്നെ ബീഫ് കറി. ഇത് ഇന്നലത്തെ ബീഫ് കറിയാണ് ഗൈസ്. ഇന്നും സ്പെഷ്യലാക്കി ഉണ്ടാക്കിയാൽ നിങ്ങൾ വിചാരിക്കണ്ട. ഇത്രേ ഒരു പാത്രം ബീഫ് കറി ഉണ്ട്. ഇത് പത്തിരി ഉണ്ടാക്കി. അതിന് ഇന്നലത്തെ ബീഫ് കറിക്ക് എന്താ കുഴപ്പം? ആരൊന്നും കുറ്റം പറഞ്ഞില്ല. എടുത്തു പറയും. മക്രോണി പോള അതിന്റെ പേര്. പിന്നെ ഇവിടെ കാരക്കല്ല, നിച്ചുവാവുണ്ട്. ഇവിടെ ഉമ്മയുണ്ട്, ഇവിടെ ഞാനുണ്ട്, ഉപ്പച്ചി പിന്നെ പള്ളിയിൽ പോയി. നിച്ചുവാവ നാളെ പനി പോട്ടെ അല്ലേ, എന്നിട്ട് നോമ്പ് പിടിപ്പിക്കല്ലേ. നിച്ചുവാവ ആരാന്നൊക്കെ ചോദിക്കണ്ടേ. നിച്ചുവാവിന്റെ ശരിക്കുള്ള പേരെന്താ? വിസ്മയ എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ നിച്ചുവാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിച്ചുവാവ തന്നെ നിച്ചുവാവനെ വിളിക്കുന്ന ഒരു പേരാണ്. വിസ്മയ എന്നുള്ള പേര് മാറ്റിയിട്ട് നിച്ചുവാവ ഉമ്മാന്റെ ഹെൽപ്പിനായിട്ട് ഇവിടെ വന്ന ആളാണ് കേട്ടോ നിച്ചുവാവ. മക്രോണി പോള. സോ ഗൈസ്, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കണം നമ്മൾ വീണ്ടും ആക്റ്റീവ് ആയിരിക്കണം. ഇന്നലെ ബാങ്ക് കൊടുത്തപ്പോൾ സംസാരിച്ചിരുന്നുണ്ട് കുറേ ആൾക്കാർ. സംസാരിക്കാൻ പാടില്ല, ബാങ്ക് തെറ്റാ ഒന്നും അറിയില്ല. നിച്ചുവാവാണ് സംസാരിച്ചത്. അത് ഞമ്മക്കാ തെറ്റ്, നിച്ചുവാവക്ക് തെറ്റില്ല. നിച്ചുവാക്ക് നമ്മളെ കൂടെയാണ്. അപ്പൊ നമ്മളെ പറഞ്ഞൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അല്ല, നിങ്ങളെ വിശ്വാസം വേറെ, നിച്ചുവാവന്റെ വിശ്വാസം വേറെ. ഞാൻ ചോദിക്കട്ടെ, ഇല്ല അല്ല പുറത്തുനിന്ന് ഇപ്പൊ എന്തെങ്കിലും സമ്മേളനോ എന്തെങ്കിലും നടത്താണ് പണിന്റെ അടുത്തുനിന്നൊക്കെ ബാങ്ക് കേട്ടാണോ ഒപ്പം നിർത്തുമല്ലോ. ആണോ? ഓക്കെ. അപ്പൊ നിച്ചുവാവ ഉമ്മാന്റെ കൂടെയാണ്. നോക്കാം, ഞാൻ തിരിച്ചെടുത്തു. നിച്ചുവാവക്ക് ഉമ്മാന്റെ വിശ്വാസം. ഓക്കെ. നിച്ചുവാവിന്റെ പുതിയ പേരാണ് ഉമ്മക്കുൽസു. ഉമ്മ പേരൊക്കെ മാറ്റും അടുത്ത്. നല്ല അടിപൊളി പേരാണല്ലോ ഉമ്മക്കുൽസു. അപ്പൊ ഗൈസ്, ഇതാ എന്റെ ഉമ്മക്കുൽസു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ ഉമ്മക്കുൽസു. ഓ, ഉമ്മക്കുൽസുവിന് ഇന്ന് തീരെ വയ്യ. ഇന്നലത്തെ അത്ര ആക്റ്റീവ് അല്ല. ഇന്ന് നോമ്പ് നല്ലോണം പിടിച്ചിക്കണെന്ന് തോന്നുന്നു. ഇന്ന് പലിച്ചക്ക തിന്നില്ല. ഇന്നലെ വൈകിട്ട് നോമ്പ് മാത്രം തുറന്ന് പിന്നെ ഒന്നും കഴിച്ചില്ലേ? അടിപൊളി. ഞാൻ ആരോഗ്യം നാശാവും. അതല്ല ചിങ്കു, അക്കു ഇന്നലെ പോയതല്ല. അതുകൊണ്ട് ഭാവിനെ പറഞ്ഞില്ലല്ലോ. അക്കു ഇന്നലെ പോയതല്ലേ. അങ്ങനല്ല, അക്കു എന്നോട് ഉള്ള ആളല്ലേ. ഇന്നലെ പോയതല്ലോ. ഇതാണ് ഗൈസ് അമ്മായിയമ്മ മരുമോൾ പോരാട്ടം അടി. നിങ്ങൾ കേട്ടില്ലല്ലോ? ഇതൊക്കെയാണ് ഇവിടെ. എന്റെ വാപ്പം നോമ്പ് ഫസ്റ്റ് തുടങ്ങിയപ്പോ വാപ്പ പറഞ്ഞ് എന്റെ 2 മക്കൾ ഇവിടെ ഇല്ല, അതായത് ഞാനും ഇക്ക ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ആര്? യാസിനിക്ക. ഉമ്മ പറഞ്ഞിട്ട അക്കു ഇല്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ല. ഞാൻ ഇന്ന് ഇതിൽ എഴുതിയിൽ എണ്ണ തേക്കാം. മരുമോളും അമ്മായിയമ്മയും അടി ഉണ്ടാക്കട്ടെ. എന്തായാലും നല്ല കാര്യത്തിനാണ് മരുമോക്ക് കുശുമ്പുള്ളത്. മരുമോളെ സ്നേഹിക്കട്ടെ എന്ന് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ്, ഹാപ്പിയാണ്. ഉമ്മാന്റെ പത്തിരി എങ്ങനെ പറയൂ? പിന്നെ ഞാൻ എല്ലാം വീഡിയോയിലിടും. ഞാൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. നോക്ക്, മുടി ഇത് എന്റെ തലയിൽ തന്നെ കൊയ്യുന്ന നല്ലോണം കൊയ്യുണ്ട്. തലേത്ത് മുടി കൊയിഞ്ഞ് വീണ്ടുണ്ട് ഗൈസ്. ഞാന് എന്ത് ഏത് ഇത് തമാശ ഗൈസ്, തമാശ.
ഞാൻ കട്ടിയൊന്നുമില്ല. അമ്മായിയമ്മ മരുമോൾ പോരാട്ടം അടി. ഇന്നത്തെ ഇത് നോമ്പിന്റെ ഇടക്ക് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ അടി. എന്റെ ചീത്ത അറിയോലേ അജയ് കേട്ടാനെ? ശിങ്കു എന്താ പറ? ഓല് ചീത്ത പറയോന്ന് കേട്ടാല്? ഇല്ല, ഒരു ചീത്തൊന്നും പറയില്ല. അപ്പൊ പിന്നെന്താ ഗായ്സ്, എനിക്ക് വേറൊരു കാര്യം സത്യം നിങ്ങൾ തെളിയിക്കാനുണ്ട്. ഇന്ന് എൻ്റെ വാപ്പ, അതായത് ഷിങ്കുവിൻ്റെ വാപ്പ, എനിക്കിന്ന് 20,000 രൂപ അയച്ച് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനാണ്. അതും പറഞ്ഞില്ലല്ലോ, കേട്ടോ? അത് 10,000 രൂപ എന്റെ. 10,000 രൂപ നിന്റെയാ? എന്നോട് അങ്ങനല്ല പറഞ്ഞത്, 20,000 റുപ്യ എന്നോട് എടുത്തോളാനാ പറഞ്ഞത്. കള്ളം പറയുന്നു, എന്തിനു അമ്മ ഇവിടെ പൈസ എന്ന് പറഞ്ഞതിനോട്. നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ ആചാരങ്ങൾ? ഇവിടെ ഇല്ല. മരുമോന് പിന്നെ നോമ്പാകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പൈസ അങ്ങോട്ട് കൊടുക്കും. ആ ആണോ? ആ സിംഗുവിന്റെ വാപ്പാക്കുമാക്കൊക്കെ അങ്ങനെ ആചാരം ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ആചാരം. ഓക്കെ ഓക്കെ, ഗുഡ് ആചാരങ്ങൾ. ഓക്കെ അപ്പൊ അങ്ങനെ പൊക്കോട്ടെ പൈസ. ഞാൻ അങ്ങോട്ട് പോകട്ടെ അല്ലേ? അയച്ച അന്ന് തന്നെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ വിചാരിക്കുക, ഞാൻ അയച്ചതിന് പ്രതിവിധി ചെയ്താണ്. സർപ്രൈസ്. 30,000 രൂപ അയച്ചു കൊടുത്തോ? വാപ്പാന്റെ മോള് തന്നെ 20 അയച്ചതിന് 30 അങ്ങോട്ട് അയക്കാൻ പറയുന്ന മോള്. അപ്പൊ അതന്നെയല്ലേ അയച്ചത്? അതിലും കൂടുതൽ അയച്ചില്ലേ? ആ അവരവിടെ ഡ്രസ് എടുത്തോട്ടെ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. നമ്മള് ഷിങ്കുവിന് എടുത്തൊടുക്കുമല്ലോ. ഷിങ്കു റിച്ച് ലൈഫാണ് ഇവിടെ. പിന്നെ മോര് കറി. അപ്പൊ ഗൈസ്, ഷിങ്കു നാളെ അവിടുത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അടുത്ത വർഷം നമുക്ക് ഉഷാറൊക്കെ സിംഗു എന്നൊക്കെ പറഞ്ഞില്ല ഇന്നലെ. എന്താണ് നിങ്ങൾ മരുമകളും അമ്മായിമ്മ ഇതൊരു വിട്ടില്ല കേസ്. ഗൈസ്, ഈ അടി നാളത്തേക്ക് എവിടെ വരെ എത്തും എന്നുള്ളത് നിങ്ങൾ സീരിയല് കാണുന്ന പോലെ കണ്ടോളി. ഞാൻ നിനക്കത് എത്തിച്ചേരാം. ഓക്കെ ഗൈസ്, അപ്പം സിയോ ഈ വീഡിയോ ഇപ്പൊ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇടണം. അമ്മായിമ്മ മരുമോളെ ഒന്നും അങ്ങനത്തെ പറയാൻ കേട്ടോ. അവന്റെ മുന്നിൽ കൂടെ നീ ഒറ്റക്ക് പറഞ്ഞു എന്നോട്. അയ്യടെ മോനെ, എനിക്ക് അതിനൊക്കെ സമയമില്ല, ഞാൻ പഠിക്കാം. അയ്യാ, നാലും അമ്മായിമ്മ മരുമോളെ അടിയില്ല. ഞാനിത് കേട്ടപ്പോ എനിക്ക് വിഷമായി, അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എനിക്കിങ്ങനെ മനസ്സിൽ വെക്കണതില്ല. എന്തെങ്കിലും കേട്ടാൽ അറിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ചോദിക്കും. എഴുതി എണ്ണയല്ല. കമോൺ ഗൈസ്, അവസായി. ബൈ 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 പറയും. ഓക്കെ ബൈ. ബൈ. സിംഗു ബൈ. ദ്രാസ്വിച്ച് അല്ല പസിബ.